വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈ ആഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ഏത് പരീക്ഷണമാണ് ISRO വിജയകരമായി പരീക്ഷിച്ചത്? ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. 4 കിലോമീറ്റർ ഉയരത്തിലെത്തിച്ച ശേഷം പേടകം താഴേക്കിട്ടു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ 4ാമത്തെ സൈനിക വ്യോമതാവളം ഇന്ത്യയിൽ വരുന്നത് എവിടെയാണ്? തെക്കൻ ലഡാക്കിലെ ന്യോമ മുദ് അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിലാണ് ന്യോമ സ്ഥിതി ചെയ്യുന്നത്. ചൈനീസ് അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്ററും ലേയിൽ നിന്ന് 200 കിലോമീറ്ററും അകലെയാണ് ന്യോമ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് എവിടെയാണ്? പെരമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ. പെരമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിന് നിർമ്മിച്ചത്. ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ്. അനീഷ് ദയാൽ സിംഗ് ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അടുത്ത ചോദ്യം, 2025 ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ചേതേശ്വർ പുജാര. 62 വർഷം ഇന്ത്യൻ വ്യോമസേനയെ സേവിച്ച ശേഷം പ്രവർത്തനം നിർത്തുന്ന യുദ്ധവിമാനം MiG-21. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് US എത്ര ശതമാനം ഇറക്കുമതി തീരുവയാണ് ചുമത്തിയത്? 25%. നേരത്തെ പ്രഖ്യാപിച്ച 25% പകരച്ചുങ്കവും ചേർത്ത് ആകെ തീരുവ 50%. മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ചൈന. ഇന്റർ കോണ്ടിനെന്റൽ മ്യൂസിക് അവാർഡ്സിൽ ഏഷ്യൻ ഫോക്ക് വിഭാഗത്തിൽ മികച്ച ഗാനങ്ങളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ഗാനം അഞ്ജലി മുകുന്ദം രചനയും സംവിധാനവും നിർവഹിച്ച കുറുമാലിപ്പുഴ. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഡൊണാൾഡ് ട്രംപ് പുറത്താക്കിയത് ലിസ കുക്കിനെയാണ്. ലിസ കുക്ക്. ഈയിടെ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഓസ്ട്രേലിയ. ഈയിടെ സുപ്രീം കോടതി ജഡ്ജിമാരായി നിയമിതരായത് ജസ്റ്റിസ് വിപുൽ മനുഭായ് പഞ്ചോളി, ജസ്റ്റിസ് അലോക് ആരാധെ. ഗർഭാശയഗള അർബുദം 2 മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ചത് ഡൽഹി എയിംസ് ആണ്. ക്ലാസ് മുറികളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിച്ച രാജ്യം ദക്ഷിണ കൊറിയ. ഈയിടെ നടത്തിയ 10ാം ശ്രമത്തിലൂടെ വിക്ഷേപണ പരീക്ഷണം സമ്പൂർണ്ണ വിജയമായ ലോകത്തെ ഏറ്റവും കരുത്തുറ്റതും വലിപ്പമേറിയതുമായ ബഹിരാകാശ വാഹനം സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ്. 123 മീറ്ററാണ് അതിൻ്റെ ഉയരം. പാപ്പുവ ന്യൂ ഗിനിയയുടെ ഔദ്യോഗിക എൻട്രിയായി ഓസ്കാറിനെത്തുന്ന പപ്പ ബുക്ക എന്ന സിനിമ സംവിധാനം ചെയ്തത് മലയാളിയായ ഡോക്ടർ ബിജു. ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം തുടങ്ങുന്ന സംസ്ഥാനം കേരളം. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നാണ് സംവിധാനത്തിൻ്റെ പേര്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ മഹേന്ദ്രൻ മോഹൻ ഗുപ്ത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 5 ദൗത്യത്തിൽ സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ജപ്പാൻ. IMFന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ RBI മുൻ ഗവർണർ ഊർജിത് പട്ടേൽ. 2025 പുറത്താക്കപ്പെട്ട തായ്ലൻഡ് പ്രധാനമന്ത്രി പെയ്തോങ് തരൺ ഷിനവത്ര. ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1ാം സ്ഥാനത്തെത്തിയത് വീയപുരം ചുണ്ടൻ. കൈനക്കരി വില്ലേജ് ബോട്ട് ക്ലബിൻ്റെയാണ് വീയപുരം ചുണ്ടൻ. 25ാം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് വേദിയായത് ടിയാൻജിൻ, ചൈന. രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ്. മാഗ്സസെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ്. മറ്റു ജേതാക്കൾ മാലിദ്വീപ് പരിസ്ഥിതി പ്രവർത്തക ഷാഹിന അലി, ഫിലിപ്പീൻസ് സാമൂഹ്യ പ്രവർത്തകൻ ഫ്ലാവിയാനോ അന്റോണിയോ എൽ വിലനുയേവ.